വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിൻസിപ്പൾ വണക്കം കാണിക്കണേ. അപ്പോൾ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. പ്രിൻസിപ്പൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ അന്ന് തെരുവത്തപ്പള്ളി നേർച്ചയ്ക്ക് പോയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പണി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം തെരുവത്തപ്പള്ളിക്ക് പോയ അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്ന് പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനവിടെ ജസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. പിന്നെ ഇവിടെ രജിക്കുട്ടി കാല് പൊട്ടിയിട്ട് കുറച്ച് മുറിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കരഞ്ഞിട്ടിരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഞാനിതാ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ വീഡിയോ മാത്രം എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് മുട്ടക്കറി കേട്ടോ വെക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ വണക്കിയിട്ട് പട്ടയും ഗ്രാമ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് എണ്ണയിൽ വണക്കിയ ശേഷം പാകത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുട്ട പൊട്ടിച്ച് കലക്കി പിന്നെ തേങ്ങയും മുട്ട പൊരിച്ചിട്ട് ഇടാനാട്ടോ പ്ലാന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ്ക കുറച്ച് നേരം ഓടി കഴിക്കാൻ വന്നതാണ് കേട്ടോ. കഴിച്ച ശേഷം വാറാമലൊക്കെ കണ്ടപ്പോൾ ഒന്ന് തട്ടണം തോന്നി. പിന്നെ ആണുങ്ങൾ തട്ടി പിന്നെ വേഗം വരുമല്ലോ. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് തന്നെ നിറയെ വാറാമലി ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല കാറ്റല്ലേ. അപ്പോൾ വാറാമലിയും കാറ്റിൻ്റെ കൂടെ പുകയും പിന്നെ അടുപ്പിൻ്റെ അടുത്ത് കത്തുമ്പോൾ പുകയും കാറ്റും മേലത്തെ നമ്മുടെ കാടായതുകൊണ്ട് നിറയെ ഇലകൾ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാറാമല കെട്ടി നിൽക്കുക. അപ്പോൾ റിയാസ്ക അതൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പം റിയാസ്ക വാറാമല എടുത്തിട്ട് തട്ടാൻ നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വാറാമലത്തോട്ടി കണ്ടോ, എൻ്റെ വാറാമലത്തോട്ടി മുറിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ റിയാസ്ക ഒരു വടിയിൽ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ തട്ടുക കേട്ടോ. റിയാസ്കൻ്റെ പുതിയ ഐഡിയ. അപ്പം ഞാൻ പറഞ്ഞു ഓലേൻ്റെ തണ്ടെടുത്തിട്ട് ആക്കിയാലും മതിയെന്ന്. അപ്പോൾ മൂപ്പര് കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അത് പൊട്ടിപ്പോയതാണ്. പിന്നെ ഞാനിതാ മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചിട്ട് നമ്മുടെ നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇവിടെ റിച്ചുക്കുട്ടിയും കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതാ മുട്ട ഓരോന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ അതിൻ്റെ കൂടെ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതേ ഞാൻ വീടൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ തെരുവത്തപ്പള്ളിക്ക് വൈകിട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഇന്നൊന്ന് പോയിട്ട് കുട്ടികൾ കുറേ ദിവസമായി പറഞ്ഞു പോകണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കളിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ റിയാസ്ക. അപ്പോൾ വേഗം ചോറും കൂട്ടാൻ പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോകണ വീഡിയോ ആണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിക്കലൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങി വൈകുന്നേരം നോക്കുമ്പോൾ നമ്മുടെ കനാലിലൂടെ ഭയങ്കര തീപിടുത്തട്ടോ. എന്താണ് പറഞ്ഞിട്ട് വെളിയിൽ വന്ന് നോക്കും, നമ്മുടെ അവിടെ ലൈനിലിരിക്കണൊക്കെ എന്തോ വീട് ഒഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ പഴയതൊക്കെ ഇട്ട് കത്തിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആകെ തീ കണ്ടപ്പോൾ പേടിച്ചു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ കത്തിക്കാൻ പാടില്ലല്ലോ, അത് അവർക്ക് അറിയുന്നില്ല. പെട്ടെന്ന് കറണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഞങ്ങൾ വൈകിട്ട് പോയിട്ടോ അങ്ങനെ വണ്ടിയിൽ പള്ളിയിലത്തെ നേർച്ചയൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തതായിരുന്നു, പക്ഷേ ക്ലിയർ ഇല്ല. അപ്പോൾ ഞാൻ വേറെ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിലുണ്ട്. പിന്നെ ഉമ്മ മാത്രമില്ല. ഉമ്മ എപ്പോഴഞ്ഞ് വരികയെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ കളറ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, മേഘത്തിൻ്റെയൊക്കെ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. എല്ലാവരും കമ്മിയായിരിക്കണം കേട്ടോ. നേർച്ച കഴിഞ്ഞു സംഭവം പറയണേ. പിന്നെ പള്ളിയിൽ കുറച്ച് ഇങ്ങനെ തിരക്കുണ്ടെന്ന് മാത്രം. അപ്പം ഞാൻ പള്ളിയിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് അതൊക്കെ എടുക്കണത് തെറ്റല്ലേ പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇങ്ങനെ അപ്പുറം നമ്മുടെ റോഡ് സൈഡ് അപ്പുറം ഓരോ സാധനങ്ങളും ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ കോഴിക്കോടൻ അലുവ, പിന്നെ ഫാൻസി ഐറ്റങ്ങൾ ഏതെടുത്താലും 30-20 പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് വണ്ടി നിർത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അറ്റത്തേക്ക് കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തിയത്. പിന്നെ 2 സൈഡ് ഞങ്ങളിങ്ങനെ നോക്കിയിട്ടേ വണ്ടിയിലിരുന്നിട്ടേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി കേട്ടോ. അപ്പോൾ അതാണ്ട കുട്ടികൾക്കുള്ള കളിക്കണ ഫാൻസി ഐറ്റങ്ങളും. പിന്നെ കുട്ടികളെ ഇങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ തോനെ പൈസ വേണം കേട്ടോ. എന്നാലും അവർക്ക് വേണ്ടിയത് ഒരു വണ്ടിക്ക് തന്നെ 100 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അപ്പുറത്ത് യന്ത്രൂഞ്ഞാലുണ്ട് കുട്ടികൾക്ക്. കണ്ടില്ലേ, ഏതെടുത്താലും 20 രൂപ കേട്ടോ. ഫാൻസി ഐറ്റങ്ങൾ ടോയ്സൊക്കെ. പിന്നെ അലുവ, പൊരി അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. വന്നാൽ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ കഴിക്കാം കേട്ടോ.
പിന്നെ കാളൻ, പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് സൈഡാണ് നിന്ന് വീഡിയോ എടുക്കേണ്ടതെന്നൊരു പിടുത്തല്ലേ എനിക്ക്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തം അലുവയാണ് കേട്ടോ, കോഴിക്കോടൻ അലുവ. ഞാൻ അലുവയൊന്നും മേടിച്ചില്ല, മധുരം അധികം കഴിക്കണ്ട വിചാരിച്ചിട്ട് അതൊന്നും മേടിച്ചില്ല കേട്ടോ. അതൊന്നും മേടിച്ചിരുന്നില്ല. ഇത് മൊത്തം നമ്മുടെ അലുവയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്താ പറയുക, വായിൽ കപ്പലോടും. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള. പിന്നെ ഇതാ പള്ളിയിൽ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് വണ്ടി നിർത്തിയിട്ട് സിയാർത്തേണൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇവിടെയും കച്ചവടക്കാരുണ്ട്. ചൂടോടെ കടല ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് കൂടെ പോയിട്ട് ഇപ്പുറത്ത് കൂടെ കേട്ടോ ആൾക്കാർ വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വഴിയിൽ അപ്പുറം കാഴ്ചകളൊക്കെ കണ്ട്. വണ്ടി ഇവിടെ ഒന്നും നിർത്താൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് വണ്ടി നമ്മൾ തിരക്കില്ലാത്ത ഗ്രൗണ്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാട്ടോ നിർത്തിയത്. പിന്നെ ഇതാ അപ്പുറം ഇപ്പുറം നല്ല രസമാണ് കേട്ടോ. പക്ഷെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ നമ്മളെ കടത്തി വിട്ടില്ല, നല്ല തിരക്ക്. ഞങ്ങൾ റഗീസ്കുട്ടിക്കും റജിക്കുട്ടിക്കും ഇവിടുന്ന് ഓരോ കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടാണ്. റജിക്കുട്ടിക്ക് ഒരു ആനക്കുട്ടി വാങ്ങിച്ചു കൊടുത്തു, റഗീസ്കുട്ടിക്ക് ഒരു തോക്കും വാങ്ങിച്ചു കൊടുത്തിട്ടാ. അങ്ങനെ ഞങ്ങൾ അത് രണ്ടും വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഓരോ ഐസ്ക്രീമും ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇത് 20 റുപ്യേൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. നമ്മൾ അന്ന് എക്സിബിഷന് പോയിട്ട് കഴിച്ചത് 50 രൂപയാണ്. ഇതേ ഐസ്ക്രീം 50 രൂപ, ഇവിടെ 20 രൂപ ഉള്ളൂ കേട്ടോ. വേണ്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ റജിക്കുട്ടിൻ്റെ ആനക്കുട്ടി കേട്ടോ. റിച്ചിക്കുട്ടിൻ്റെ ആനക്കുട്ടിയാണത്. പിന്നെ ഇവിടുന്ന് ഇത് കനാലാണ് കേട്ടോ അപ്പുറത്ത്. റൈസ്കുട്ടിക്ക് ഒരു തോക്ക് കഴിച്ചു കൊടുത്തു. ഫാത്തിമക്കുട്ടി ഐസ്ക്രീമൊക്കെ തിന്നു കേട്ടോ. അവൾക്ക് കോൺ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റൈസ്കുട്ടി ആനക്കുട്ടിനെ കിട്ടിയപ്പോൾ ഒരുപാട് ഇരുന്ന് കളിക്കുകയാണ്. റൈസ്കുട്ടിക്ക് ഇങ്ങനെ വെടിവെച്ച് തെറിക്കണ ഒരു തോക്കുണ്ടല്ലോ, അതും വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വന്നു കേട്ടോ. പിന്നെ വരുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു സാധാരണ വീട്ടിലിടാൻ വേണ്ടി ഒരു ചെരുപ്പും മേടിച്ചിട്ടാണ്. പിന്നെ ഞങ്ങളങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ വന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ വീഡിയോ, ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.
പിന്നെ ഞങ്ങൾ ഫാത്തിമക്കുട്ടിക്കുള്ള മരുന്നും ഫാത്തിമക്കുട്ടിക്ക് ഫിക്സിൻ്റെ മരുന്നുണ്ടല്ലോ അതും വാങ്ങിച്ചിട്ട് അവൾക്കിത് 2 നേരം കൊടുക്കണം കേട്ടോ, ഫിക്സ് വരാണ്ടിരിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി.